ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗീതു നോക്കുമ്പോഴേക്കും ഗോവിന്ദും ഗീതും ഞെട്ടിപ്പോവാണ്. രാധികാമ്മ അടുത്തേക്ക് വരുവായിട്ട് രാധികാമ്മനെ കാണുന്നത് ഗീതുവും ഗോവിന്ദും ഒരു സമയത്തേക്ക് നെട്ടുന്നുണ്ട്. രാധികാമ്മനെ വിജയലക്ഷ്മി കാണുവാണ്. അവർക്ക് ദേഷ്യം കൊണ്ട് അടക്കി നിൽക്കാനാവുന്നില്ല. അത്രമാത്രം ദേഷ്യത്തോടു കൂടി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും രാധികനെ കാണുന്ന ആ ദേഷ്യത്തിൽ അവരങ്ങോട്ട് മാറി നിൽക്കുക കേട്ടോ. ശേഷം കാണിക്കുന്നുണ്ട്, എടി നീ പറഞ്ഞല്ലോ എൻ്റെ മോനെന്തോ ചതി ചെയ്തോ, നിന്നെന്തോ വലിയൊരു അപരാധം ചെയ്തു. എന്ത് അപരാധമാണ് എൻ്റെ കണ്ണൻ ചെയ്തത്? നിന്നെ ഇത്രയും നാൾ പൊന്നുപോലെ നോക്കിയതോ, 3 മാസത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിൻ്റെ ദേഹത്തെ ഇവൻ കൈവിരൽ വെച്ച് തൊട്ടിട്ടെങ്കിലും ഉണ്ടോടി? വേറെ വല്ല ആണുങ്ങളെങ്കിലും ഇപ്പോൾ കാണാമായിരുന്നു. നീ പ്രസവത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാൻ നടക്കണം, അത് കാണാനിതെന്നൊക്കെ പറയുക കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട്, കണ്ണ കേട്ടില്ല ഇവള് പറഞ്ഞത്, നീ ചതിച്ചു പോലും, നീ ആയതുകൊണ്ടാണ് ഇത്രയും നാൾ ഇവളെ ക്ഷമിച്ചത് എന്നൊക്കെ പറയുമ്പോഴേക്കും ഗീതു പറയുന്നുണ്ട്, നിങ്ങൾ അത്ര നല്ല പുള്ളിന്നാവണ്ട, പൈസ കൊടുത്ത് എന്നെ വാങ്ങാൻ നോക്കിയവനല്ലേ നിങ്ങൾ എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോൾ ഗോവിന്ദനാകെ ദേഷ്യം വരും കേട്ടോ. മതി, നിർത്ത് എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് രാധികാൻ പറഞ്ഞിട്ട്, ഇവനെ പൈസ കൊടുത്ത് വാങ്ങാൻ നോക്കിയതുകൊണ്ടേ അത് നന്നായിപ്പോയി, അല്ലെങ്കിൽ കിഷോർ നിന്നെ ഗോവയിലെ വല്ല മാർവാടികൾക്കും വിറ്റാനെ, ലഹരി മരുന്നുകാർക്ക് വിറ്റാനെ എന്നൊക്കെ പറയുമ്പോൾ ഗീതു ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും പിന്നെയും ഗീതു അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്നാലും നിങ്ങളുടെ മകൻ പൈസ കൊടുത്ത് തന്നെ വാങ്ങാൻ നോക്കിയെന്ന്. അപ്പോഴേക്കും ഗോവിന്ദ സമനില തെറ്റ് ഗോവിന്ദ് പറയണ്ടേ, ദേ നോക്കിക്കേ, ഞാൻ ഒരിക്കലും നിന്നെ വാങ്ങാൻ നോക്കിയിട്ടില്ല, അത് മഹേഷ് കിഷോറിൻ്റെ കള്ളത്തരം നിനക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു നാടകം കളിച്ചതാണ്. പിന്നെ നീ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ഇപ്പോൾ നിന്നോട് പറഞ്ഞേക്കാം, എനിക്ക് തെരുവിലൊരു പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടി വന്നാൽ പോലും എനിക്ക് നിന്നെപ്പോലത്തെ ഒരു പെണ്ണിനെ വേണ്ടി, അത്ര നശിച്ചതും മുഷിഞ്ഞതുമായിട്ടുള്ള ഹൃദയവും മനസ്സുമാണ് നിൻ്റെത്. ഒരിക്കലും ഞാൻ നിന്നെ ഭാര്യയായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക ഈ ജീവിതത്തിൽ ഞാൻ ചെയ്യത്തില്ല. അതുമാത്രമല്ല, നിന്നെ ഒരിക്കലും ഞാൻ ജീവിതത്തിൽ നിന്നെ തിരിഞ്ഞു നോക്കില്ല, അത്രയ്ക്കും ഞാൻ നിന്നെ വെറുത്തു പോയി എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഗീതു ഒന്നും ഞെട്ടുന്നു കേട്ടോ. വിജയലക്ഷ്മിക്ക് സങ്കടമാവുന്നുണ്ട്. ഗോവിന്ദ് വളരെ ഉറച്ച തീരുമാനം പറയുകയാണ്. ഗോവിന്ദ് പറയുന്നുണ്ട്, ഇതിൻ്റെ തീരുമാനം മാത്രമല്ല എൻ്റെ പ്രതിജ്ഞ കൂടിയിട്ടാണെന്ന് പറയുവാണ്. ഇത് കേൾക്കുമ്പോഴാദ്യം നമുക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ ഗോവിന്ദ് ദേഷ്യം വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാട്ടോ. ഗോവിന്ദ് ഇറങ്ങി പോകുമ്പോഴേക്കും രാധികാമ്മ ഗീതുവിനോട് പറയുന്നുണ്ട്, കേട്ടല്ലോ അവൻ പറഞ്ഞത്, നിന്നെ അവനോ ഒരിക്കലും വേണ്ടടേ, പിന്നെ എന്തിനാടി നീ ഇങ്ങനെ ഇരിക്കണത്? ആ ഡൈവേഴ്സ് പേപ്പറിൽ നിനക്ക് ഒപ്പിട്ടെന്നിട്ട് നിനക്ക് നിൻ്റെ പണി നോക്കി പൊയ്ക്കൂടി എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, ഓ ഞാൻ പോയാലായിരിക്കും നിങ്ങൾക്ക് AGM ഗ്രൂപ്പ് നിങ്ങൾക്കും നിങ്ങളുടെ മകനും സ്വന്തമാക്കാൻ പറ്റുക അല്ലേ? ഞാൻ ഒരിക്കലും സൈൻ ഇട്ട് തരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഈ താലിമാല ഞാൻ ഊരാനും പോകുന്നില്ലെന്ന് പറയുമ്പോൾ വിജയലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാവാം കേട്ടോ. നമ്മുടെ രാധികാൻ പറയുന്നുണ്ട്, പിന്നെ നീ എന്തോ ചെയ്യാൻ പോവാടി? നീ എന്താ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വരുമോ? നിന്നെ ഞാൻ കയറ്റിയില്ല അവിടെ, പിന്നെ നീ വരുമെന്ന്. അപ്പോൾ ഗീതു പറയണ്ടില്ല, ഞാൻ അവിടേക്ക് വരുമൊന്നുമില്ല, പക്ഷേ ഡൈവേഴ്സ് പേപ്പർ ഞാൻ ഒപ്പിടാനും പോകണില്ല, നിങ്ങൾക്കും നിങ്ങളുടെ മകനും ഒന്നും കിട്ടില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വത്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ ഗോവിന്ദ് മാധവനെ കൊല്ലാനല്ലേ നിങ്ങളുടെ പ്ലാൻ എന്നൊക്കെ ഗീതു പറയുമ്പോഴേക്കും, ദേ നോക്ക്, ഞാൻ നിന്നോടൊരു കാര്യം പറയാം, ഈ ഹോസ്പിറ്റലിലെ ബില്ല് 20 ലക്ഷം രൂപയായിട്ടുണ്ട്. നീ മര്യാദയ്ക്ക് ഈ ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിടുകയാണെങ്കിൽ ഹോസ്പിറ്റൽ ബില്ല് ഞങ്ങൾ അടച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോയിക്കോളാം, നീ നിൻ്റെ വഴിക്ക് പോയിക്കോ. അല്ലെങ്കിൽ നീ 20 ലക്ഷം രൂപ നീ അടച്ചോ, നിനക്ക് എൻ്റെ 10 പൈസ പോലും നിൻ്റെ കയ്യിലുണ്ടാവോ? ഇല്ലല്ലോ അല്ലേ? നീ തന്നെ ശരിക്കും ആലോചിക്ക്. നിനക്ക് ഈ ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ തന്നെ 20 ലക്ഷം രൂപ കെട്ടിവെക്കാമെന്ന് പറയുവാണ്. അതിനുശേഷം 10 മിനിറ്റ് എനിക്ക് സമയം തരാം, നീ ആലോചിക്കുന്നതായിട്ട് നമ്മുടെ രാധികാമ്മ പുറത്തേക്ക് ഇറങ്ങുവാണ്. രാധികാമ്മ പുറത്തേക്ക് ഇറങ്ങുന്നത് വിജയലക്ഷ്മി ഗീതുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വിജയലക്ഷ്മിനെ കാണുമ്പോൾ ഗീതു ആകെ ഞെട്ടി നിൽക്കുകയാണ്. വിജയലക്ഷ്മി മാഡം പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, നീ ഇതുപോലെ തന്നെ ഉറച്ച തീരുമാനം ഉറച്ച മനസ്സുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്. നിൻ്റെ കൂടെ എപ്പോഴും ഞാനുണ്ടാവും, നിൻ്റെ ആയിട്ടുള്ള എല്ലാ സംശയങ്ങളും ഞാനിപ്പോൾ തന്നെ മാറ്റിത്തരാം എന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ സംസാരിക്കുന്നത് എന്താണെന്ന് നമ്മളെ കാണിച്ചു തരുന്നൊന്നുമില്ല കേട്ടോ. ആ ഡൈവേഴ്സ് പേപ്പർ നമ്മുടെ വിജയലക്ഷ്മി ഗീതുവിൻ്റെ കയ്യിൽ മേടിച്ചിട്ട് ആ കട്ടിലേക്ക് വെക്കുവാണ്. പിന്നെ കാണിക്കുന്ന രാധികാമ്മനെയാണ്. അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 20 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്നുണ്ടെങ്കിൽ ആ ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ, പിന്നെ നിനക്ക് നഷ്ടപരിഹാരം തരാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മഹേഷ് ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഗോവിന്ദേ നിനക്ക് അവളങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുമോടാ? നിനക്ക് അവളെ ഇഷ്ടമല്ലേ? അതുകൊണ്ടിട്ടല്ലേ നീ അവളുടെ കഴുത്തിൽ വീണ്ടും താലി ചാർത്തിയത്? അത് മാത്രമല്ല, അവൾക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാടാ, നിനക്ക് അവളെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ എന്നൊക്കെ വീണ്ടും ഗോവിന്ദനെ മനസ്സ് മാറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ രാധികാമ്മ അതിനെയൊക്കെ എതിർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്, അവൾക്ക് നിന്നോട് പ്രണയമാടാ, അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും രാധികാമ്മ പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാകും? കാമ്പൂവിൻ്റെ കൂടെ ഇറങ്ങി വന്നവളല്ലേ അവൾ, പിന്നെ അവൾക്ക് എന്തിനാ ഇപ്പോൾ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുവാണ്. അപ്പോഴേക്കും സിസ്റ്റർ വരുന്നുണ്ട്, ആ സർ ദേ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ രാധികാമ്മ ചോദിക്കണ്ടേ, അപ്പോൾ ബില്ലടക്കണ്ടേ? ബില്ലടച്ചല്ലോ, ഒരു മണിക്കൂർ മുമ്പേ ബില്ലടച്ചു എന്ന് പറയുകയാണ്. 1 മണിക്കൂർ മുമ്പോ? അത് ആരാ അടച്ചെന്ന് ചോദിക്കുമ്പോൾ, അതെനിക്കറിയില്ല, എന്തായാലും ബില്ലായിട്ടുണ്ട്, ഡിസ്ചാർജ് ആയിട്ടുണ്ട്, ഇത് ഡിസ്ചാർജ് സമ്മറി
അറിയാം. ഇനി ഗീതുവിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ രാധികാമ്മയും നമ്മുടെ ഗോവിന്ദ് കൂടി റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഗീതുവിനെ കാണുന്നില്ല കേട്ടോ. അവിടെ എല്ലാം സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അവിടെയൊന്നും ഗീതു ഇല്ല. നേഴ്സിനോട് രാധികാമ്മ ചോദിക്കുന്നുണ്ട്, ഇവിടെ കിടന്ന ഗീതു എവിടെ? എനിക്കറിയില്ല മേഡം, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന ആ സെക്കൻഡിൽ ഗീതു മേഡം എവിടെ പോയത് ഞാൻ കണ്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തായി അറിയാവുന്നത് എന്ന് ചോദിച്ചാൽ ആ സിസ്റ്ററിനോട് ദേഷ്യപ്പെടുക കേട്ടോ. ശേഷം നമ്മുടെ ഡൈവേഴ്സ് പേപ്പറിൽ നോക്കുമ്പോൾ ഡൈവേഴ്സ് പേപ്പറിൽ ഗീതു ഒപ്പിട്ടിട്ടില്ല. ദേഷ്യം വരുവാണ് രാധികാമ്മക്ക്. അതിനുശേഷം നേഴ്സ് പറയുന്നുണ്ട്, ഗീതു മേഡം എവിടെയാണ് പോയെന്ന് അറിയണമെങ്കിൽ CCTV നോക്കിയാൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ വാടകണ്ണ നമുക്ക് CCTV നോക്കാടാ എന്ന് പറഞ്ഞിട്ട് രാധികാമ്മ ഗോവിന്ദനെയും കൂട്ടിക്കൊണ്ട് പോകുക കേട്ടോ. ഗോവിന്ദനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവർക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടോ വിജയലക്ഷ്മി ആയിരിക്കും എന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്, ഗീതുവിനെ കൂട്ടിക്കൊണ്ട് പോയത് വിജയലക്ഷ്മി മേഡമാണെന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, കണ്ടോ അമ്മേ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ ആ ബില്ല് ക്ലോസ് ചെയ്തെങ്കിൽ ഇത്രയും നമുക്ക് അപമാനം സഹിക്കേണ്ടി വരില്ലായിരുന്നു. ഇപ്പോൾ അവർ തന്നെ ബില്ലടച്ചു, അവളെ കൂട്ടിക്കൊണ്ട് പോയി, ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ടതുമില്ല എന്ന് നമ്മുടെ ഗോവിന്ദ് പറയാണ്. ഇത് കേട്ട് നമ്മുടെ രാധികാമ്മക്ക് ദേഷ്യം വരുവാണ്. അല്ല, ആരായി വിജയലക്ഷ്മി? അവൾക്കും ഗീതുവിനും തമ്മിൽ എന്താ ബന്ധം എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ഗോവിന്ദ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. മഹേഷ് ചോദിക്കുന്നുണ്ട്, എങ്കിൽ ഞാൻ ഗീതുവിനോട് തന്നെ ചോദിക്കാം എന്ന് പറയുമ്പോൾ ഇല്ലടാ അവർ പോയി എന്ന് പറയുവാണ്. പോയോ? എവിടേക്ക് പോയി? അതൊന്നും അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.